നമസ്തേ. ഗീതാസപരിയിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഈ ശ്ലോകം കർമ്മയോഗത്തെ സംബന്ധിക്കുന്ന ആഴത്തിലുള്ള വിവരമാണ്. കർമ്മയോഗത്തെക്കുറിച്ച് ശ്രീഭഗവാൻ അർജുനനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അർജുനൻ കർമ്മവിമുഖനായി ശോകമോഹങ്ങൾക്ക് വശംവദനായി തേർത്തട്ടിൽ തളർന്നിരിക്കുന്നു. താൻ ചെയ്യേണ്ടതായ കർത്തവ്യം അധർമ്മമാണ്, താൻ ചെയ്യരുതാത്തതാണ് എന്ന് വിചാരിക്കുകയും യുദ്ധത്തിൽ നിന്ന് പിന്മാറുക എന്ന അകർമ്മം, ഒരിക്കലും ചെയ്യരുതാത്ത കർമ്മം, അത് എൻ്റെ കർത്തവ്യമാണ് എന്ന് വിചാരിക്കുകയും അങ്ങനെ ആ മനസ്സിനുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ, അവിവേകമാണ് ഈ മോഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫലമായി അർജുനൻ ദുഃഖിക്കുന്നു. നമുക്കും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഇങ്ങനെയുള്ള അവസ്ഥ. ഈ അവസ്ഥയെ മറികടക്കാനുള്ള മാർഗം ജ്ഞാന സമ്പാദനമാണ്. അതാണ് ഈ ജ്ഞാനം, കർമ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ജ്ഞാനത്തെക്കുറിച്ച് തന്നെയുള്ള ജ്ഞാനം. ആദ്യം തിയററ്റിക്കലി അറിഞ്ഞതിന് ശേഷം അത് ജീവിതത്തിൽ ആചരിച്ച് അനുഭവമാക്കി മാറ്റണം. നമ്മൾ ശാസ്ത്രത്തിൽ നിന്ന് ആദ്യം തിയററ്റിക്കലി അറിഞ്ഞതിന് ശേഷം ആ തിയറി അനുസരിച്ച് നമ്മൾ ജീവിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കി എടുക്കണം. അതാണ് ഈ ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൽ ശരീരമനസ്സുകൾക്കാണ് ദുഃഖങ്ങൾ ഉണ്ടാവുക. ഈ ശരീരമനസ്സുകളുടെ ദുഃഖങ്ങൾ യഥാർത്ഥത്തിൽ ശരീരമനസ്സുകൾക്കുള്ളതാണ്, ആത്മാവിനുള്ളതല്ല എന്ന അറിവാണ് ഭഗവത്ഗീത തരുന്ന ജ്ഞാനം. ഈ ശരീരമനസ്സുകളാകുന്ന ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവത്തോടു കൂടിയതാണ് സാക്ഷി ചൈതന്യമായ ഈ ക്ഷേത്രജ്ഞൻ എന്ന ആ ക്ഷേത്രജ്ഞ വിഭാഗജ്ഞാനം. ഇതാണ് ഭഗവത്ഗീതയുടെ ജ്ഞാനം. ഇതിൻ്റെ ഫലമായി നമ്മൾ ഈ ദുഃഖകാരണമായ ശരീരമനസ്സുകളിൽ നിന്ന് ഒരൽപ്പം അകന്നിങ്ങനെ നിൽക്കുന്നു. ആ വിഭാഗം നമ്മൾ അറിയുന്നു. അതിൻ്റെ ഫലമായി നമുക്ക് ഈ ദുഃഖങ്ങളോടും നമ്മൾ ഇതേപോലെ അതാണ് ഈ അനാസക്തി യോഗം എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മളൊരൽപ്പം നമ്മളിങ്ങനെ അകന്ന് നിൽക്കുന്നു. ആ അകന്ന് നിൽക്കുന്നതിൻ്റെ ഫലമായി ദുഃഖങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അത് നമ്മളെ ആന്തരികമായി ബാധിക്കാതെ നമുക്ക് ഒരു സ്ഥിതപ്രജ്ഞത്വം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഇതാണ് ഭഗവത്ഗീത പറയുന്നത്. അതിനുള്ള മാർഗം കർമ്മയോഗ അനുഷ്ഠാനമാണ്. ഒരാൾക്കും കർമ്മം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. ജീവിച്ചിരിക്കണമെങ്കിൽ തന്നെ ശരീരയാത്ര എന്ന മനോഹരമായ വാക്കാണ് ഭഗവത്ഗീത ഉപയോഗിക്കുന്നത്. ആ ശരീരത്തിൽ ഈ ജീവൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ശരീരയാത്രയായ ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ തന്നെ കർമ്മം ചെയ്തേ പറ്റുള്ളൂ. ആ കർമ്മത്തെ തന്നെ കർമ്മയോഗമായി അനുഷ്ഠിക്കാനാണ് ശ്രീ ഭഗവാൻ ആവശ്യപ്പെടുന്നത്. എങ്ങനെയാണ് കർമ്മയോഗമാവുക? എല്ലാ കർമ്മത്തിനും ആ കർമ്മത്തിൻ്റെ പ്ലാനിങ്, എക്സിക്യൂഷൻ, അതിൻ്റെ ഫലം അഥവാ റിസൾട്ട് എന്ന് പറയുന്ന ആ 3 ഘട്ടങ്ങളുണ്ട്. എല്ലാ കർമ്മത്തിനും ഉണ്ട്. ഈ റിസൾട്ട് അടുത്ത കർമ്മത്തിൻ്റെ പ്ലാനിങ്ങിലും എക്സിക്യൂഷനിലും ഒരാളെ ബാധിക്കും. അങ്ങനെ ആ കർമ്മം അടുത്ത കർമ്മത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു, അത് പിന്നെ അടുത്ത കർമ്മത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ചെയിനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ പ്ലാനിങ്ങും എക്സിക്യൂഷനും നമ്മുടെ നിയന്ത്രണത്തിലാണ് ഒരു പരിധിവരെ. അത് പ്രാക്ടീസ് കൊണ്ട് ആ നിയന്ത്രണം നമുക്ക് വളർത്തിയെടുക്കാനും പറ്റും. പക്ഷേ ഈ കർമ്മത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത് സുഖമായിരിക്കാം, ദുഃഖമായിരിക്കാം, വിജയമായിരിക്കാം, പരാജയമായിരിക്കാം. ഇത് പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഈ അറിവാണ് കർമ്മയോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഈ കർമ്മഫലം എന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് വറീഡ് ആവുക എന്ന് പറയുന്നത് അനാവശ്യമാണ്. നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ എന്തിനാണ് വറീഡ് ആവുന്നത്? നമ്മുടെ ടൗണിൽ നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ ഇരുന്ന് വറീഡായിട്ട് കാര്യമില്ല. കാരണം ഇറ്റ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ. അങ്ങനെ അതേപോലെയാണ് ഇവിടെ ഈ കർമ്മത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമുക്കാകെ ചെയ്യാവുന്നത് കൃത്യമായി പ്ലാൻ ചെയ്യാം,
ലക്ഷ്യബോധത്തോടുകൂടി, ആ ലക്ഷ്യബോധത്തോടുകൂടി തന്നെ കൃത്യമായി നമുക്ക് കർമ്മം ചെയ്ത് അവസാനിപ്പിക്കാം. ആ കർമ്മം ചെയ്ത് അവസാനിപ്പിച്ചാൽ പിന്നെ നമ്മുടെ റോൾ അവിടെ കഴിഞ്ഞു, പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല അവിടെ. ഈ ഒരു ധാരണ നമുക്ക് ആ കർമ്മത്തോടുള്ള ബന്ധനം ഉണ്ടാവാതെ സഹായിക്കും. അങ്ങനെ കർമ്മം ഒരു ബന്ധനമാവാതിരിക്കും. ബന്ധനമാവുന്നത് എങ്ങനെയാണ്? കർമ്മഫലത്തോടുള്ള നമ്മുടെ മനസ്സിൻ്റെ അറ്റാച്ച്മെൻ്റ് കൊണ്ടാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ മറ്റൊരു അനുഭവം, കർമ്മഫല അനുഭവം, ഇത് നമ്മുടെ മനസ്സിൽ പ്രവേശിച്ച് നമ്മുടെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നു, ഈ ഏകാഗ്രതയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്നു. ഇതാണ് ബന്ധനം എന്ന് പറയുന്നത്, ഇതാണ് അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു വിഷയത്തിൽ, ഇപ്പോൾ ഭഗവത്ഗീതയിൽ നമ്മൾ ഏകാഗ്രമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഏകാഗ്രത ഒരു ബന്ധനമല്ല, അത് ഏകാഗ്രമായ നമ്മുടെ മനസ്സാണ്. ഈ ഏകാഗ്രമായ മനസ്സിനെ ഒരു ഡിസ്ട്രാക്ഷൻ എന്ന രീതിയിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന ഇതര ചിന്തകളെയാണ് നമ്മൾ ഡിസ്ട്രാക്ഷൻ എന്നോ അല്ലെങ്കിൽ ബന്ധനം എന്നോ അല്ലെങ്കിൽ അറ്റാച്ച്മെൻ്റ് എന്നോ സംഘമെന്നോ ഒക്കെ പറയുന്നത്. രാഗം എന്നൊക്കെ പറയുന്നത് അതാണ്. അനുരാഗിയായ ഒരാൾക്ക് സാധാരണ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. കാരണം എന്താണ്? ഈ അനുരാഗം വന്ന് ഇയാളുടെ മനസ്സിനെ എപ്പോഴും വലച്ചുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് അത് സുന്ദരമായ മനോഹരമായ ഫീലിംഗ് ആണെങ്കിൽ പോലും അതൊരു ഡിസ്ട്രാക്ഷൻ തന്നെ ആയി മാറും ചിലപ്പോൾ. അതിനാണ് ബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർമ്മയോഗത്തെ അതിൻ്റെ ശരിയായ ആന്തരാർത്ഥം അറിഞ്ഞുകൊണ്ട് ഭംഗിയായി അനുഭവിക്കുന്ന, ഭംഗിയായി ചെയ്യുന്ന, ഭംഗിയായി ആചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആള് ഈ ഡിസ്ട്രാക്ഷനിൽ നിന്ന് രക്ഷപ്പെടും. അതിൻ്റെ ഫലമായി ഏകാഗ്രത ആ ആളുടെ ഉള്ളിൽ വളർന്നു വരും. അതാണ് കർമ്മയോഗത്തിൻ്റെ ലക്ഷ്യം. കർമ്മയോഗം കൊണ്ട് ഡിസ്ട്രാക്ഷനിൽ നിന്ന് മനസ്സ് ശുദ്ധമാവുകയാണ് വേണ്ടത്. അതാണ് മനഃശുദ്ധി എന്ന് പറയുന്നത്. ഈ മനസ്സിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന അനാവശ്യമായ ഓർമ്മകളും ചിന്തകളും മനസ്സിനെ വന്ന് ശല്യപ്പെടുത്തുന്നതിൽ നിന്ന് ഒരാൾ മുക്തനായിത്തീരും. അതുതന്നെയാണ് മോക്ഷം. ആ മോക്ഷത്തിലൂടെയാണ്, ആ മനസ്സിൻ്റെ ശുദ്ധിയിലൂടെയാണ് മോക്ഷമുണ്ടാവുന്നത്. ദുഃഖത്തിൽ നിന്നുള്ള മോക്ഷമാണ് നമ്മൾ മോക്ഷം, മുക്തി എന്നൊക്കെ പറയുന്നത്. ആ ആത്യന്തിക നിവൃത്തിയാണ്, ആത്യന്തിക ദുഃഖ നിവൃത്തിയാണ്. അപ്പോൾ ഈ കർമ്മയോഗം എന്ന ഒരു പ്രോസസ്സ് ഒരാൾ അനുഷ്ഠിക്കണമെങ്കിൽ സാമാന്യമായി ഈ കർമ്മത്തിൻ്റെ സ്വഭാവം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കർമ്മത്തെ തന്നെ ഈ പ്രപഞ്ച സൃഷ്ടാവ് എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ഇനി ശ്രീ ഭഗവാൻ പറയുന്നത്. ഭഗവത്ഗീതയിൽ കർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കർമ്മത്തിൻ്റെ സമഗ്രമായ ഒരു വിശദീകരണമാണ് തരുന്നത്. അതിവിടെ മാത്രമല്ല, ഈ അധ്യായത്തിൽ മാത്രമല്ല, ഇനി വരുന്ന അധ്യായങ്ങളിലുമൊക്കെ ആ കർമ്മത്തിൻ്റെ പല പല ആസ്പെക്ട്സും വളരെ വിശദമായി ശ്രീ ഭഗവാൻ അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെ സാമാന്യമായി എൻ്റെ കർമ്മം എന്നുള്ള നിലയ്ക്കല്ല, ഈ ഒരു വ്യക്തിയുടെ കർമ്മം എന്നുള്ള നിലയ്ക്കല്ല, കർമ്മം എന്നത് എല്ലാ വ്യക്തികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും പൊതുവായി ഉള്ളതാണ്. ഈവൻ ഗ്രഹങ്ങൾ പോലും അവരുടേതായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നക്ഷത്രങ്ങളും എല്ലാം. ആ കർമ്മത്തെ എങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടിച്ചത്, അതിനെ സമീപിച്ചത് എന്നുള്ളത് സാമാന്യമായി പഠിപ്പിക്കുന്നതാണ് ഇനി അടുത്ത ഈ 10ാമത്തെ ശ്ലോകം. നമുക്കത് നോക്കാം. സഹയജ്ഞാഃ പ്രജാഃ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം യേഷവോസ്ത്വിഷ്ടകാമധുക്. സഹയജ്ഞാഃ പ്രജാഃ സൃഷ്ട്വാ, യജ്ഞത്തോടു കൂടി, സഹ യജ്ഞാഃ, യജ്ഞത്തോടു കൂടിയവരായിട്ട്, പ്രജാഃ സൃഷ്ട്വാ, പ്രജകളെ സൃഷ്ടിച്ചിട്ട്. പ്രജകളെ അതായത് ജീവജാലങ്ങളെ എന്നർത്ഥം. പ്രത്യേകിച്ച് മനുഷ്യരെ. പ്രജ എന്നുള്ളതിന് ജീവജാലങ്ങളെ എന്നർത്ഥം എടുക്കാം. ഇവിടെ ഈ യജ്ഞം ചെയ്യാൻ സാമർഥ്യത്തോടു കൂടിയ മനുഷ്യരെ എന്നർത്ഥം എടുക്കാം. അപ്പോൾ പണ്ട് തന്നെ പ്രജാപതി ബ്രഹ്മാവ് അഥവാ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്ന ആ സൃഷ്ടാവ്, ആ പ്രപഞ്ച സൃഷ്ടാവ് സഹയജ്ഞാഃ പ്രജാഃ സൃഷ്ട്വാ,
പ്രജകളെ, ജീവജാലങ്ങളെ യജ്ഞത്തിനുള്ള കേപ്പബിലിറ്റിയോടുകൂടി, യജ്ഞം ചെയ്യുന്നതിനുള്ള, അതായത് ഫലാഭിസന്ധിയില്ലാതെ കർമ്മം ചെയ്യാനുള്ള ശക്തിയോടുകൂടി ജീവജാലങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം, അങ്ങനെയാണ് എല്ലാ ജീവജാലങ്ങളും കർമ്മം ചെയ്യുന്നത്. മനുഷ്യൻ മാത്രമാണ് ഈ ഫലാഭിസന്ധിയോടുകൂടി ചെയ്യുന്നത്. മനുഷ്യൻ മാത്രമാണ് ഈ കർമ്മബന്ധനമായി തീരുന്നത്. അതാണ് ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളും ഈ കർമ്മയോഗം അറിഞ്ഞുകൊണ്ടല്ല, കർമ്മയോഗം തന്നെയാണ് ചെയ്യുന്നത്. കാരണം അവർ ആ പ്രോസസ്സ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. കർമ്മഫലം തനിയെ വന്നു ചേരുന്നു. അത് എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ്. മനുഷ്യനും അങ്ങനെ ആയിരിക്കണം എന്നാണ് ഇവിടുത്തെ ഉപദേശം. അതേസമയം മനുഷ്യരിൽ തന്നെ ഒരു വലിയ വിഭാഗം, ഇനി പിന്നീട് ഭഗവത്ഗീത പറയാൻ പോകുന്നത് പോലെ, ആ ആസുരസമ്പത്ത് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആശയങ്ങളോട് കൂടിയ മനുഷ്യർ ഈ കർമ്മഫലം അവരുടെ അഭിവാഞ്ചയായിത്തീരും. കർമ്മത്തിൻ്റെ ഫലം, ഇന്ന ഫലം എനിക്ക് കിട്ടിയാലേ ഞാൻ സന്തോഷിക്കുകയുള്ളൂ, ഇന്ന ഫലം കിട്ടിയാൽ ഞാൻ വളരെ അതൃപ്തനായിത്തീരും, ഇന്ന ഫലം കിട്ടിയാൽ എൻ്റെ മനസ്സിൽ അതിഭയങ്കര ക്രോധം ഉണ്ടാവും, ഇന്ന ഫലമാണ് എനിക്കുണ്ടാകുന്നതെങ്കിൽ ഞാനതിന് പ്രതികാരം ചെയ്തിരിക്കും എന്നുള്ള രീതിയിൽ ഈ കർമ്മഫലത്തെ മുൻനിർത്തിയാണ് അവരുടെ എല്ലാ തരത്തിലുള്ള ഡിസിഷൻസും. അങ്ങനെ ആയി തീരരുത് എന്നാണ് ശ്രീ ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ കർമ്മഫലത്തോടുള്ള ആസക്തി, ആ കർമ്മഫലം വന്നു ചേരും. അത് വന്നും പോയും ഇരിക്കും. വിജയമായിട്ടും പരാജയമായിട്ടും സുഖമായിട്ടും ദുഃഖമായിട്ടും ഒക്കെ വന്നും പോയും ഇരിക്കും. അങ്ങനെ വന്നും പോയി ഇരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കാൻ പാടില്ല എന്നുള്ളതാണ് കർമ്മയോഗത്തിൻ്റെ പാഠം. ഇങ്ങനെയാണ് ജീവജാലങ്ങളുടെ പൊതുവായ നില എന്നാണ് ഇവിടെ പറയുന്നത്. സഹയജ്ഞാഹ പ്രജാഹ സൃഷ്ടുവ. ഇതാണ് പ്രകൃതി സഹജമായ കർമ്മത്തിൻ്റെ സ്വഭാവം. ഇങ്ങനെ ജീവജാലങ്ങളെ യജ്ഞത്തോടുകൂടി, ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞു, യജ്ഞമെന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ കർമ്മയോഗമെന്ന് തന്നെയാണ്. കേവലം യാഗകർമ്മം എന്നുള്ള അർത്ഥമല്ല. ആ യാഗകർമ്മം കർമ്മയോഗമായതുകൊണ്ടാണ് അതിനെ നമ്മൾ യജ്ഞം എന്ന് വിളിക്കുന്നത്. ആ യാഗകർമ്മം അത് സാത്വികമായി തീരുമ്പോൾ, അത് രാജസമായിട്ടും താമസമായിട്ടും ഒക്കെ ഉള്ളത് ഭഗവത്ഗീത വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും യജ്ഞമല്ല. അത് യജ്ഞമായി തീരുന്നത് ആ ഒരു പ്രത്യേക മനോഭാവത്തോടുകൂടി ആ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്. ഇവിടെ ഈ യജ്ഞം എന്നുള്ള വാക്കുകൊണ്ട് കർമ്മയോഗത്തിനുള്ള കപ്പാസിറ്റി, കർമ്മയോഗത്തിനുള്ള ശക്തി, അതോടുകൂടി സഹയജ്ഞാഹ പ്രജാഹ സൃഷ്ടുവ, പ്രജകളെ, ജീവജാലങ്ങളെ സൃഷ്ടുവ, സൃഷ്ടിച്ചിട്ട്, പുരാ ഉവാച പ്രജാപതി, പ്രജാപതി പണ്ട് അവരോട് പറഞ്ഞു. ഒരു നാടകം പോലെ പറയുകയാണ്. ഇവിടെ ഓരോരുത്തരെയും വിളിച്ച് ബ്രഹ്മാവ് പറഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യജ്ഞം ജീവജാലങ്ങൾക്ക്, അഥവാ ഈ കർമ്മശേഷി ജീവജാലങ്ങൾക്ക് കൊടുത്തത് എന്നർത്ഥം. അനേന പ്രസവിഷ്യത്വം, ഇതുകൊണ്ട്, ഈ യജ്ഞകർമ്മങ്ങൾ കൊണ്ട് നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഈ യജ്ഞകർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ. യജ്ഞകർമ്മം എന്ന് പറഞ്ഞാൽ ഈ യാഗമെന്ന് പറയുന്ന ഒരു പ്രത്യേക റിച്വലിനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏത് കർമ്മവും കർമ്മയോഗമായി അനുഷ്ഠിക്കുന്ന രീതിയെയാണ്. പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട്, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടല്ലാതെ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട് ഏത് കർമ്മവും അനുഷ്ഠിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആ യജ്ഞകർമ്മം കൊണ്ട്, അഥവാ കർമ്മയോഗം കൊണ്ട്, കർമ്മം തന്നെ യോഗമായി തീരുകയാണ്, കർമ്മം തന്നെ ഏകാഗ്രതയ്ക്കുള്ള പ്രാക്ടീസായി തീരുകയാണ്. അതാണ് കർമ്മയോഗം. ആ അനേന, ഈ കർമ്മയോഗം കൊണ്ട്, അഥവാ ഈ യജ്ഞം കൊണ്ട്, പ്രസവിഷ്യത്വം, നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ. അത് ഇനി കൂടുതൽ വിശദീകരിക്കും, എങ്ങനെയാണ് കർമ്മയോഗം കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകുന്നത്. ഈ കർമ്മയോഗം അഭിവൃദ്ധിക്ക് കാരണമായി തീരട്ടെ. അല്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ ഈ പ്രജാപതിക്ക് സൃഷ്ടിക്കാമായിരുന്നു, ഒരു കർമ്മവും ചെയ്യണ്ട, വെറുതെ അങ്ങനെ ഇരുന്നാൽ മതി, പ്രകൃതിയിൽ ബാക്കിയൊക്കെ സംഭവിച്ചോളൂ. അങ്ങനെയല്ലല്ലോ. നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ച് ആ പണം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ആഹാര പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന്
ഇതേ പണം തന്നെ ഉപയോഗിച്ച് സ്റ്റൗവും പാത്രങ്ങളും ബാക്കി എല്ലാ സംഗതികളും സംഘടിപ്പിച്ച് കുക്ക് ചെയ്ത് നമ്മുടെ മുമ്പിൽ വെച്ച് കൈകൊണ്ട് ഇതെടുത്ത് അല്ലെങ്കിൽ സ്പൂണ് കൊണ്ട് ഇതെടുത്ത് നമ്മൾ വായിലേക്കിട്ട് ചവയ്ക്കാനുള്ള പല്ലുമൊക്കെ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ചവച്ച് വിഴുങ്ങാനുള്ള കഴിവും നമ്മുടെ തൊണ്ടയ്ക്ക് തന്നിട്ടുണ്ട്. വിഴുങ്ങുക, ഇത്രയും നമ്മൾ ചെയ്താലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇത് ബ്രഹ്മാവ് ഇങ്ങനെ ഒരു സൃഷ്ടിച്ചത് കൊണ്ടാണ്. ഇങ്ങനെ വേണ്ടായിരുന്നു. എന്നാൽ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യമോ? ഈ വിഴുങ്ങി കഴിഞ്ഞിട്ടുള്ള കാര്യം നമ്മുടെ കൺട്രോളിലാണോ? ആ കർമ്മം ചെയ്യുന്നത് നമ്മളല്ല. നമ്മുടെ ശരീരത്തിനകത്ത് ഈ ദഹനം, അയ്യോ ഇത് കഴിച്ചുപോയി, ഇത് മുഴുവൻ ദഹിപ്പിക്കണ്ടായിരുന്നു, കുറച്ച് അധികമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അത് മുഴുവൻ ദഹിക്കും. കാരണം ആ ദഹിപ്പിക്കുന്നതോ ദഹിപ്പിക്കാതിരിക്കുന്നതോ നമ്മുടെ കൺട്രോളിലല്ല, നമ്മുടെ ശരീരത്തിനകത്താണ് എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ കൺട്രോളിലല്ല. പക്ഷേ ഈ ബാഹ്യ കർമ്മങ്ങളൊക്കെ നമ്മുടെ കൺട്രോളിലാണ് എന്ന തോന്നലാണ് നമുക്കുണ്ടാകുന്നത്. അല്ലേ? ആത്യന്തികമായി നമ്മുടെ കൺട്രോളിലല്ല, പക്ഷേ നമുക്ക് നമ്മുടെ കൺട്രോളിലാണ് എന്ന തോന്നലാണ് നമുക്കുണ്ടാകുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു കപ്പാസിറ്റിയോടുകൂടി ചെയ്യാനും ചെയ്യാതിരിക്കാനും, അതാണ് കർമ്മം എന്ന് പറയുന്നത്. ഒരു കർമ്മം ഇപ്പൊ എനിക്ക് ഇവിടുന്ന് മാർക്കറ്റിലേക്ക് പോകാൻ തീരുമാനിക്കാം, നടന്നു പോകാൻ തീരുമാനിക്കാം, കാറിൽ പോകാൻ തീരുമാനിക്കാം, പോകണ്ട എന്ന് തീരുമാനിക്കാം, അല്ലെങ്കിൽ ഇന്ന് പോകാൻ തീരുമാനിച്ചത് നാളത്തേക്ക് മാറ്റാം. അല്ലേ? ഈ കൺട്രോളൊക്കെ എനിക്കുണ്ട് അതിൻ്റെ മുകളിൽ. അപ്പൊ ഈ കൺട്രോൾ എല്ലാം ചേരുന്നതാണ് കർമ്മം എന്ന് പറയുന്നത്. ആ കർമ്മം മനുഷ്യൻ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾ ചെയ്യണം എന്ന നിശ്ചയത്തോടുകൂടി ഇവരെ സൃഷ്ടിച്ചിട്ട്, അതാണ് സഹയജ്ഞാഃ പ്രജാ സൃഷ്ട്വാ പുരാ ഉവാച പ്രജാപതി അനേന പ്രസവിഷ്യത്വം. ഈ കർമ്മം ഫലാഭിസന്ധിയില്ലാതെ യജ്ഞരൂപത്തിൽ കർമ്മയോഗ രൂപത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് നിനക്ക് ശാരീരികവും മാനസികവും സാമൂഹികവുമായ പുരോഗതി ഉണ്ടാകട്ടെ. പ്രസവിഷ്യത്വം, നിനക്ക് വളർച്ചയുണ്ടാകട്ടെ. ഏഷ വഹ അസ്തു ഇഷ്ടകാമധുക്. നിന്റെ ഇഷ്ടകാമങ്ങൾ തരുന്ന കാമധേനു. കാമധേനു എന്ന് പറയുന്നത് സ്വർഗത്തിലുണ്ട് എന്ന് നാം സങ്കല്പിക്കുന്ന ഒരു പശുവാണ്. ആ പശുവിനോട് എന്താവശ്യപ്പെട്ടാലും ആ പശുവിന് നമ്മളോട് സന്തോഷം ഉണ്ടെങ്കിൽ തരും എന്നാണ് ആ കാമധേനു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആവശ്യമുള്ള ഈ യജ്ഞം നിനക്കൊരു കാമധേനു ആയി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഈ യജ്ഞം അനുഷ്ഠിച്ചുകൊണ്ട് നിനക്ക് എന്താണോ ആഗ്രഹം, ആ ആഗ്രഹം നിനക്ക് സാധിക്കാൻ പറ്റട്ടെ. ഇതിനകത്ത് ഭയങ്കര ഒരു രസകരമായ മനഃശാസ്ത്രപരമായ ഒരു വൈപരീത്യമുണ്ട്. അതായത് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഈ ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്, കർമ്മഫലത്തോടുള്ള താല്പര്യമുണ്ട്. പക്ഷേ ആ കർമ്മഫലത്തോടുള്ള താല്പര്യത്തെ നമ്മൾ ഒന്ന് ലൈറ്റൻ ചെയ്യുന്നു. ശരി, അത് സാധിച്ചാലും ശരി, സാധിച്ചില്ലെങ്കിലും ശരി എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ചുള്ള വറി നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ഉപേക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ കൃത്യമായി കർമ്മം ചെയ്താൽ ഈ ആഗ്രഹം സാധിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ആഗ്രഹത്തിൽ തന്നെ മനസ്സ് ഊന്നിക്കൊണ്ട് ആ കർമ്മം ചെയ്യുന്നതോടുകൂടി നമ്മുടെ മനസ്സ് മുഴുവൻ എനിക്ക് ഈ ആഗ്രഹം സാധിക്കുമോ എന്നുള്ള വറീസിലായിത്തീരും. അങ്ങനെ ആകാതെ ആ ആഗ്രഹം സാധിക്കുക എന്നുള്ളത് നമ്മളൊന്ന് ലൈറ്റാക്കി വിടുക. അത് ചിലപ്പോൾ സാധിച്ചേക്കാം, ചിലപ്പോൾ സാധിക്കാതെയും ഇരുന്നേക്കാം. അതുകൊണ്ട് ഈ കർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് എൻ്റെ കൺട്രോളിലുള്ളൂ എന്ന യാഥാർത്ഥ്യം, സത്യം മനസ്സിലാക്കി നമ്മൾ കർമ്മം ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ, ചിലപ്പോൾ പലതവണ ആവർത്തിച്ചിട്ടായിരിക്കും ആ ആഗ്രഹം നമുക്ക് സാധിക്കും. അതാണ് ഇത് നമ്മുടെ ഇഷ്ടകാമങ്ങളെ തരുന്ന ധേനുവായി തീരട്ടെ. ഇത് നിങ്ങൾക്ക് എന്ന് പറയുകയാണ്, പ്രജാപതി പറയുകയാണ്. ഏഷ, ഇത്, അതായത് ഈ കർമ്മയോഗം അഥവാ ഈ യജ്ഞം, ഇത് നിങ്ങൾക്ക് ഇഷ്ടകാമധുക് അസ്തു, നിങ്ങൾക്ക് ഇഷ്ടകാമങ്ങളെ തരുന്ന കാമധേനു ആയിത്തീരട്ടെ എന്ന്. ഇവിടെ ആ കാമധേനു എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്.
അതുപോലെ ഈ സൃഷ്ടാവ് ബ്രഹ്മാവ് എന്നുള്ളതും ഒരു സങ്കല്പമാണ്. സൃഷ്ടാവെന്ന് പറയുന്ന സൃഷ്ടിക്കുന്ന ആ ശക്തിയുണ്ട്. ആ ശക്തിക്ക് നമ്മൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊടുക്കുകയാണ്, ഒരു സങ്കല്പം കൊടുക്കുകയാണ്. ആ സങ്കല്പത്തിലൂടെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അങ്ങനെ ഒരു രൂപം ഉണ്ടെങ്കിലേ നാമരൂപങ്ങൾ കൊണ്ടേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ആ ചിന്തിക്കാൻ വേണ്ടി കൊടുക്കുന്ന നാമരൂപാത്മകമായ രൂപമാണ് ബ്രഹ്മാവിൻ്റെ രൂപവും മറ്റും. ഇവിടെ സഹയജ്ഞാഹ പ്രജാ സൃഷ്ടുവ, ഈ യജ്ഞം ചെയ്യാനുള്ള കഴിവോടുകൂടി ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ട് പുരാ ഉവാച പ്രജാപതി, ഈ ബ്രഹ്മാവ് പണ്ട് പുരാ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്ന സമയത്ത് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അനേന പ്രസവിഷ്യത്വം, ഈ യജ്ഞകർമ്മങ്ങൾ കൊണ്ട്, കർമ്മയോഗം കൊണ്ട് നിനക്ക് പുരോഗമനം ഉണ്ടാകട്ടെ, നിനക്ക് പുരോഗതി ഉണ്ടാകട്ടെ. മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിലേ കർമ്മത്തിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. അതാണിപ്പോൾ അർജുനന്റെ കാര്യം. ആ മനസ്സിന് സന്തോഷം ഉണ്ടാകണമെങ്കിൽ കർമ്മയോഗ അനുഷ്ഠാനം ചെയ്യണം. അങ്ങനെ ഏഷ വഹ അസ്തു ഇഷ്ടകാമധുക്, ഇത് നിനക്ക് ഇഷ്ടകാമധേനുവായി തീരട്ടെ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. ഇത് എൻ്റെ കർമ്മത്തിന് സാമാന്യമായ കർമ്മത്തിൻ്റെ സ്വഭാവവുമായുള്ള ആ ഒരു കണക്ഷൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ എല്ലാ ജീവജാലങ്ങളും കർമ്മയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫലാഭിസന്ധിയില്ലാതെ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട് ആ കർമ്മത്തിൽ തന്നെ മനസ്സിരുത്തിക്കൊണ്ട് കർമ്മം ചെയ്യുക. ആ ചേഷ്ടകളിൽ തന്നെ, ചേഷ്ട എന്നുള്ള വാക്കാണ് ഭഗവത്ഗീത ഉപയോഗിക്കുന്നത്, ആ കർമ്മചേഷ്ടകളിൽ തന്നെ, അതാണ് പ്രോസസ്സ്, ആ കർമ്മചേഷ്ടകളിൽ തന്നെ മനസ്സിരുത്തിക്കൊണ്ട് കർമ്മം ചെയ്യുക എന്ന ഉപദേശം ശ്രീ ഭഗവാൻ ഇവിടെ തരികയാണ്. അതിൻ്റെ ഒരു വിശാലമായ അവസ്ഥ, സാമാന്യമായ, വിശേഷമായി എൻ്റെ കർമ്മം, സാമാന്യമായി പ്രപഞ്ചത്തിലെ കർമ്മം, ആ പ്രപഞ്ചത്തിലെ കർമ്മത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അത് തന്നെ ഇനി അടുത്ത ശ്ലോകങ്ങളിലും തുടരുന്നു. അത് നമുക്കിനി വരുന്ന എപ്പിസോഡുകളിൽ കാണാം. ഗീതാ സബരിയുടെ തുടർ എപ്പിസോഡുകളിലേക്കും കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.